നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും വാഹനാപകടം. പാലക്കാട് ദേശീയപാതയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളാണ് മരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്ത് അങ്ങാടിപ്പുറത്ത് നടന്നു. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർ പരാതികൾ കേട്ടു. നേരിട്ടും പരാതികൾ സ്വീകരിച്ച് മന്ത്രിമാർ. മണ്ണാർക്കാട് നഗരസഭയിൽ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവരെ പരിഗണിക്കാൻ പുതിയ അപേക്ഷ സ്വീകരിക്കും. തെരുവ് നായയുടെ കടിയേറ്റവർക്ക് ധനസഹായം നൽകാത്തതിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം പ്രധാന അധ്യാപകർക്ക് ബാധ്യതയാകുന്നു. സമയത്തിന് സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ പലചരക്കും മുട്ടയും പാലും കടം വാങ്ങിയ ഇനത്തിൽ മിക്ക പ്രധാന അധ്യാപകർക്കും ലക്ഷങ്ങളുടെ ബാധ്യത. ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില. അലനല്ലൂർ ടൗണിലും പരിസരങ്ങളിലും സ്ഥാപിച്ച പരസ്യബോർഡുകൾ ഇനിയും നീക്കിയില്ല. ഈ മാസം 18 മുതൽ പൊതുസ്ഥലത്ത് പരസ്യബോർഡുകൾ പാടില്ലെന്ന ഉത്തരവ് നടപ്പാക്കുന്നതിലാണ് വീഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും വാഹനാപകടത്തിൽ 2 മരണം. ദേശീയപാതയിൽ പാലക്കാടുണ്ടായ വാഹനാപകടത്തിലാണ് 2 യുവാക്കൾ മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളാണ് മരിച്ചവർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ബൈക്കും പാഴ്സൽ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, മുഹമ്മദ് റിൻഷാദ് എന്നിവരാണ് മരിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഈ പ്രദേശത്തെ വളവ് നിരന്തരം അപകടമുണ്ടാക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർ പരാതികൾ കേട്ടു. ശനിയാഴ്ച അങ്ങാടിപ്പുറത്താണ് താലൂക്ക് തല അദാലത്ത് നടന്നത്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ നടത്തുന്നത്. മലപ്പുറം ജില്ലയിലെ 7 താലൂക്കുകളിലും അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ V അബ്ദുറഹ്മാൻ, PM മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ താലൂക്ക് തല അദാലത്തുകൾ നടന്നുവരികയാണ്. ശനിയാഴ്ച അങ്ങാടിപ്പുറത്ത് നടന്ന അദാലത്തിൽ മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർ പൊതുജനങ്ങളുടെ പരാതികൾ കേട്ടു. ഓൺലൈനായും താലൂക്ക് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആളുകൾ പരാതികളും അപേക്ഷകളും നൽകിയിരുന്നു. അദാലത്തിൽ നേരിട്ടും പരാതികൾ സ്വീകരിച്ചു. നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുത്തു. അദാലത്തിൽ നേരിട്ട് ലഭിച്ച പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച ശേഷം 2 ആഴ്ചയ്ക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി. MLA മാരായ മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, നഗരസഭാ ചെയർമാൻ P ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അബ്ദുൽ കരീം, AK മുസ്തഫ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലാ കളക്ടർ VR വിനോദ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ഡെപ്യൂട്ടി കളക്ടർമാരായ K ലത, അൻവർ സാദത്ത്, ADM NM മെഹർ അലി, വിവിധ വകുപ്പുകളുടെ ജില്ലാ താലൂക്ക് തല ഓഫീസർമാർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭയിലെ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവരെ പരിഗണിക്കാൻ പുതിയ അപേക്ഷ സ്വീകരിക്കാനും തീരുമാനിച്ചു. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ നഗരസഭയിലെ 202 പേരാണ് ഉള്ളത്. ഇവർക്ക് വീടുകൾ നൽകും. നിലവിലെ ലിസ്റ്റിൽ ചില വാർഡുകളിൽ നിന്നുള്ളവരില്ല. അർഹരായിട്ടും ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടി പരിഗണിച്ച് പുതിയ DPR സമർപ്പിക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശികയാണ്. ഇതുകാരണം വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നതെന്നും TR സെബാസ്റ്റ്യൻ ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് എല്ലാ തൊഴിലാളികൾക്കും അടിയന്തരമായി 5000 രൂപ വീതം അനുവദിക്കാമെന്ന് അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ യോഗത്തെ അറിയിച്ചത്. നഗരസഭയുടെ കീഴിൽ പാലിയേറ്റീവ് 2ാം യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാനായി 10 ലക്ഷം രൂപ അനുവദിച്ചു. 2ാം യൂണിറ്റിന് ആവശ്യമായ ജീവനക്കാരെ ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം തുടങ്ങുമെന്നും അധ്യക്ഷൻ പറഞ്ഞു. തെരുവ് നായയുടെ കടിയേറ്റവർക്ക് ധനസഹായം നൽകാത്തതിനെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭയിൽ ബഹളം. സഹായം നൽകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി.
നഗരസഭാ പരിധിയിൽ തെരുവുനായയുടെ കടിയേറ്റവർക്ക് 2000 രൂപ വീതം നൽകാൻ നവംബർ 6 ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പാക്കാത്തത് എന്താണെന്ന് കൗൺസിലർ കെ മൻസൂർ യോഗത്തിൽ ചോദിച്ചു. പണം നൽകാൻ സാങ്കേതികത്വം ഉണ്ടെന്ന് സെക്രട്ടറി കൗൺസിൽ യോഗത്തെ അറിയിച്ചതോടെ യോഗത്തിൽ ബഹളമായി. അധ്യക്ഷനാണ് സാമ്പത്തിക സഹായം നൽകാമെന്ന ഉറപ്പ് നൽകിയതെന്നും കൗൺസിൽ തീരുമാനിച്ച സഹായം നൽകണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. ഇവിടുന്ന് അപേക്ഷ തരാൻ പറഞ്ഞ് പിറ്റീസം തന്നെ അന്ന് തന്നെ വൈകുന്നേരത്ത് അപേക്ഷ ആളുകൾ മുഴുവൻ കൊടുത്താണ്. നമ്മൾ പറഞ്ഞത് എന്താണ്, എല്ലാ ആളുകൾക്കും കടിയേറ്റ മുഴുവൻ ആളുകൾക്കും 3000 രൂപ വെച്ച് കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അപ്പൊ അത് നിർബന്ധമായിട്ടും കൊടുക്കണം. പക്ഷെ അതിന് സെക്രട്ടറി തടസ്സണ്ടേ, അത് ഇതെന്നില്ല, നിങ്ങൾ പ്രഖ്യാപിക്കണ്ടേ? അല്ലെങ്കിൽ സെക്രട്ടറി അന്ന് കൗൺസിൽ ഉണ്ടായിരുന്നില്ലേ, ചെയർമാൻ ഉണ്ടായിരുന്നില്ലേ? അന്ന് പഠിക്കണ്ടേ, പഠിച്ചിട്ട് വേണ്ടേ പറയാനേ? ഇനി ആൾക്കാർക്ക് നമുക്ക് വാർത്ത തരാൻ പറ്റില്ല, പഠിക്കണല്ലോ, പഠിക്കണം. അന്ന് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ഈ കൗൺസിലിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ സെക്രട്ടറി പറയുന്നത് കൊടുക്കാൻ പഠിക്കണ്ടേ? നിങ്ങളൊരു മിനിറ്റ്, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടല്ലേ ചെയർമാൻ ഇവിടെ 3000 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്? അന്ന് കൗൺസിലില് 3000 രൂപ കൊടുക്കാന്ന് പറയണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണ്ടേ? കാര്യങ്ങൾ പഠിക്കാണ്ടേ? ഇത് ആളുകളെ ധൃതി പിടിച്ച് അപേക്ഷ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയർമാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. കൗൺസിൽ തീരുമാനം നടപ്പാക്കേണ്ടത് സെക്രട്ടറിയാണെന്നും എല്ലാവർക്കും സഹായം നൽകണമെന്നാണ് തൻ്റെയും കൗൺസിലിൻ്റെയും ആവശ്യമെന്നും അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അധ്യക്ഷന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക നൽകണമെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടതെന്നും അധ്യക്ഷൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞോ? പറയാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് 100% ആ കടി കിട്ടിയ ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യണം എന്നാണ് കൗൺസിലിന്റെ തീരുമാനം. ആ തീരുമാനം നടപ്പാക്കേണ്ടത് സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും അതന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അല്ലല്ല, കൊടുത്തിട്ട് എഴുതാം. ഞാൻ പറയുന്നത് കൊടുത്തിട്ട് എഴുതാം. ആദ്യം ഓൺ ഫണ്ടിൽ നിന്ന് ഈ ആളുകൾക്ക് ധനസഹായം കൊടുക്കണം. ഒഴിഞ്ഞു മാറി ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ല, കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ഞാനെന്തത് കൊടുക്കൂലെന്ന് പറയണമെന്നാണ് മനുഷ്യർ പറയുന്നത്. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, കൊടുക്കണം. പറയുന്നത് ഇത് സാമ്പത്തിക സഹായം കൊടുക്കണം ആളുകൾക്ക്. ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് റാറ്റിഫിക്കേഷൻ സർക്കാരിലേക്ക് എഴുതിയാൽ മതി. സാങ്കേതികത്വമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് സഹായം നൽകണമെന്നും ഇതിന്റെ പേരിൽ ബാധ്യത വന്നാൽ കൗൺസിലർമാർ ഏറ്റെടുക്കുമെന്നും CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. കൗൺസിൽ തീരുമാനത്തിന് അംഗീകാരം ചോദിച്ച് സർക്കാരിന് കത്തെഴുതാമെന്ന് C ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. സാങ്കേതികത്വം എങ്ങനെ പരിഹരിക്കാമെന്ന് പരിശോധിക്കുമെന്ന് സെക്രട്ടറി M സതീഷ് കുമാർ അറിയിച്ചു. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവ്വൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനത്തിനുള്ള ശ്രമം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ എൻട്രൻസുകളെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് AP അനിൽകുമാർ MLA. നിലവിൽ ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം തുവ്വൂരിൽ നിന്നുകൂടി ഹൈവേയിലേക്ക് പ്രവേശനം നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും MLA പറഞ്ഞു. കരുവാരക്കുണ്ടിൽ M അലവിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു MLA. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരിയിൽ നിന്നാണ്. റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള തുവ്വൂരിൽ നിന്നും പ്രവേശനം വേണമെന്ന ജനകീയ ആവശ്യം ശക്തമായതോടെ AP അനിൽകുമാർ MLA വിഷയം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ധരിച്ചിരിക്കുന്നത് ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനം തുവ്വൂരിലേക്ക് മാറ്റുക എന്നതാണ്. അത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ലെന്നും ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം തുവ്വൂരിൽ നിന്നുകൂടി പ്രവേശനം അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MLA പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. യഥാർത്ഥ കാര്യങ്ങൾ വരുന്നുള്ളൂ, ബാക്കി 70% ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുവ്വൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഒരു എക്സിറ്റ്, ഒരു എൻട്രി, അവിടെ കടന്ന് ഹൈവേക്ക് പോകുവാനും ഹൈവേയിൽ നിന്ന് ഇറങ്ങുവാനുള്ള ഒരു വഴി എൻട്രി വേണം എന്നുള്ളത് അവിടെ തുവ്വൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. അതിനകത്ത് മുസ്ലിം, കോൺഗ്രസും CPM എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ലഭിക്കാനുള്ള ഒരു ശ്രമം
അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് കുഞ്ഞാക്കോജി ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അടിവരായിട്ട് പറയാം, ഇപ്പോൾ നമുക്കുള്ള ഇരിങ്ങാട്ടിയിലുള്ള എൻട്രി അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല. അത് ഒരു കാരണവശാലും അത്തരം കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ നിൽക്കില്ല എന്നൊരു സംശയമാണ്. അതല്ല അതിൻ്റെ അർത്ഥം. അവിടെയും വേണം. അതുകൊണ്ട് തൂർ പഞ്ചായത്തിലൊന്നും ഉണ്ടാവുന്ന നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അതിന് ശ്രമം നടത്തണമെന്നുള്ളൂ. നമുക്ക് കഴിയും. നമ്മുടെയൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് അല്ല, എങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ എൻട്രി, അതിനകത്തുള്ള പ്രവേശനങ്ങൾ വളരെ നിയന്ത്രിച്ചുകൊണ്ട്, ആകെ പാലക്കാട് മുതൽ കോഴിക്കോട് വരെ ഇപ്പോൾ ഉള്ളത് 6 എൻട്രികളാണ്, 6 പ്രവേശന കവാടങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങാൻ അകത്തോടെ വരാം. ഓരോ സ്ഥലത്ത് കയറുന്നതിനനുസരിച്ച് ഇത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെ അല്ല, ഹൈവേ പോലെ അല്ല, നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ റോഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ ലാഭം കണക്കൂട്ടുന്നവരാണ്. ട്രെയിൻ യാത്രക്കാരുടെ സൗകര്യാർത്ഥം രാത്രി 8:10 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിന് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് കണക്ഷൻ ലഭിക്കുന്നത് ഉറപ്പുവരുത്താനുള്ള ശ്രമവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ഒരു 10-25 ആളുകളുണ്ട്. ബസ്സാണെങ്കിൽ പോവുകയും ചെയ്തു. ഏതൊരു ബസ്സും തരാൻ പോയി. ഇനി 12 മണിക്കൊക്കെ ബസ് വന്നെങ്കിൽ അതിൽ നിൽക്കുന്നുണ്ട്. അതിലൊരു 5-8 ആള് കരുവാരക്കുണ്ടായാലും തൂറുകാരുമാണ്. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എപ്പോഴും ആ ട്രെയിൻ വൈകി കഴിഞ്ഞാൽ ഈ ട്രെയിൻ കണക്ഷൻ കിട്ടില്ല. പിന്നെ ഷൊർണൂരിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ ഇടപെടും. അത് എങ്ങനെയെങ്കിലും നമ്മുടെ അതിന്റെ സമയം ഇത് വരുന്ന സമയത്ത്, അതായത് ഈ ട്രെയിൻ കണക്ഷൻ ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിൻ വരുന്ന വരെ നിൽക്കാനുള്ള സംവിധാനമോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ സമയം അല്പം കൂടി മുന്നോട്ട് വെച്ചിട്ട് 8:30 എന്നുള്ളത് 9 ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. മുസ്ലിം ലീഗ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ M. അലവി അനുസ്മരണ സമ്മേളനത്തിലാണ് AP അനിൽകുമാർ MLA പ്രസ്തുത വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. അലനല്ലൂർ ടൗണിലും പരിസരങ്ങളിലും സംസ്ഥാന പാതയോരത്തും സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ഇനിയും നീക്കിയില്ല. ഈ മാസം 18-ാം തീയതി മുതൽ പൊതുസ്ഥലങ്ങളിലെ പരസ്യ ബോർഡുകൾ കാണരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. അലനല്ലൂർ ചന്തപ്പടിയിലും കണ്ണങ്കുണ്ട് റോഡ് പരിസരത്തും പഴയ പെട്രോൾ പമ്പിനു സമീപത്തും ഇപ്പോഴും നിരവധി പരസ്യ ബോർഡുകളാണ് ഉള്ളത്. സംസ്ഥാന പാതയോരത്ത് വലിയ ബോർഡുകൾ ഇപ്പോഴും ഉണ്ട്. വൈദ്യുതിക്കാലുകളിലും മരങ്ങളിലുമാണ് കൂടുതലും സ്ഥാപിച്ചിട്ടുള്ളത്. മരങ്ങളിൽ ആണിയടിച്ച് സ്ഥാപിച്ചവയും കൂട്ടത്തിലുണ്ട്. ഈ മാസം 18-ാം തീയതി മുതൽ പൊതുസ്ഥലങ്ങളിലോ നടപ്പാതകളിലോ കൈവരികളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 13-ാം തീയതി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ടൗണിലെ ചെറിയ ബോർഡുകൾ നീക്കം ചെയ്തിരുന്നു. മറ്റു ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ബാധ്യതയിൽ നീറിപ്പുകഞ്ഞ് പ്രധാനാധ്യാപകർ. പലചരക്കും മുട്ടയും പാലും കടം വാങ്ങിയ ഇനത്തിൽ ലക്ഷങ്ങളാണ് മിക്ക പ്രധാന അധ്യാപകർക്കും ബാധ്യത. ഉച്ചഭക്ഷണത്തിന് അരി മാത്രമാണ് സർക്കാർ നൽകുന്നത്. സാമ്പാറും 2 തരം കറിയും മുട്ടയും പാലും കുട്ടികൾക്ക് നൽകണം. ഓരോ ദിവസവും ഉച്ചഭക്ഷണം നൽകാനുള്ള വഴി തേടിയുള്ള ആദിയിലാണ് പ്രധാന അധ്യാപകർ. പലചരക്ക്, മുട്ട, പാൽ, പാചകം ചെയ്യാനുള്ള ഗ്യാസ്, കൂലി തുടങ്ങിയവയെല്ലാം പ്രധാനാധ്യാപകർ കണ്ടെത്തണം. സർക്കാർ പണം നൽകുമെങ്കിലും സമയത്തിന് ലഭിക്കാറില്ല. 1 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക നിർത്താൻ കടക്കാർക്കും കഴിയില്ല. നിലവിൽ സെപ്റ്റംബറിൽ നൽകിയ പാലിന്റെയും മുട്ടയുടെയും പണം മാത്രമാണ് ലഭിച്ചത്. പാചകം ചെയ്യാനുള്ള കൂലി ഉൾപ്പെടെ കുടിശ്ശികയാണ്. ഒക്ടോബറിലെയും നവംബറിലെയും ഒരു തുകയും ലഭിച്ചിട്ടില്ല. ഇത്രയും തുക പ്രധാനാധ്യാപകർ സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൽകണം. പ്രീ പ്രൈമറി മുതൽ 5 വരെ ഒരു കുട്ടിക്ക് 6 രൂപയും 6ാം ക്ലാസ് മുതൽ ഒരു കുട്ടിക്ക് 8 രൂപ 16 പൈസയുമാണ് സർക്കാർ നൽകുന്നത്. സമയത്തിന് പണം ലഭിക്കാത്തത് പ്രധാനാധ്യാപകരെയാണ് വലയ്ക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ അനുവദിക്കുന്ന തുക പല ഗഡുക്കളായാണ് ലഭിക്കുക. ഇതിനായി പലതവണ ബാങ്കുകളിൽ പോകേണ്ട സ്ഥിതിയുമുണ്ട്. സ്കൂളിലെ പാഠ്യേതര കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട സമയത്തിന്റെ നല്ലൊരു ഭാഗം ഉച്ചഭക്ഷണം തയ്യാറാക്കാനാണ് പ്രധാനാധ്യാപകർ ചെലവഴിക്കുന്നതെന്നാണ് അധ്യാപകർ അവകാശപ്പെടുന്നത്.
ഇടവേള. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ശ്രീകൃഷ്ണപുരത്തും പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പി ഹരിഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ഗാർഹിക ഉപഭോക്താക്കളുടെ കയ്യിൽ 16 പൈസ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് പറഞ്ഞ പോലെ റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത വർഷം 2021 12 പൈസ കൂട്ടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പി ഗിരീശൻ അധ്യക്ഷനായി. ഓമന ഉണ്ണി, കെ ബാലകൃഷ്ണൻ, PC കുഞ്ഞിരാമൻ, കെ ഉണ്ണികൃഷ്ണൻ, പി കൃഷ്ണദാസ്, കെ സന്തോഷ്, PA കമറുദ്ദീൻ, ഭാസ്കരൻ ചിങ്ങനേഴി, കെ ജയകുമാർ, കൊമ്പത്ത ഭാസ്കരൻ, രാജൻ കല്ലമ്പറമ്പിൽ, U കുഞ്ഞായ്മു തുടങ്ങിയവർ പങ്കെടുത്തു. ആയുഷ് മിഷന്റെ 30 ലക്ഷം രൂപ ചെലവിൽ തച്ചനാട്ടുകര ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ OP ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മുറിയൻകണ്ണിയിലെ ആയുർവേദ ആശുപത്രിക്കാണ് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ ആശുപത്രിക്ക് സമീപം നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷനായി. നിലവിലുള്ള ആശുപത്രി ഫാർമസി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മൻസൂർ അലി, ഇല്യാസ് കുന്നുംപുറത്ത്, P രാധാകൃഷ്ണൻ, PM ബിന്ദു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് പേ വാർഡ് വരുന്നു. നിലവിലെ OP ബ്ലോക്കിന് മുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആയുഷ് മിഷൻ അനുവദിച്ച 1 കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം. നാച്ചുറോപ്പതി വിഭാഗത്തിന് അനുവദിക്കപ്പെട്ട തുകയാണ് പേ വാർഡിനായി സർക്കാർ അംഗീകാരത്തോടെ വകമാറ്റിയത്. ആശുപത്രിയിലെ കിടത്തി ചികിത്സാ വിഭാഗത്തിന് പേ വാർഡ് അത്യാവശ്യമാണ് എന്ന നിലയിലായിരുന്നു പദ്ധതി ഭേദഗതി. നിലവിലെ OP കെട്ടിടത്തിന് മുകളിൽ ശീതീകരിക്കപ്പെട്ട 5 മുറികളാണ് ഒരുക്കുന്നത്. നഴ്സ് സ്റ്റേഷനും ചികിത്സാ മുറിയും ഒരുക്കും. കന്യംപുറത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തുടങ്ങി. നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടും കൂടി മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും മിൽമ മലപ്പുറം ഡയറി യൂണിറ്റും ഡിസംബർ 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 131.3 കോടി രൂപ ചെലവഴിച്ചാണ് ഫാക്ടറി നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി മുർക്കനാട്ട ഫാക്ടറി സന്ദർശിച്ചു. ഡിസംബർ 24 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂർക്കനാട് മിൽമ ഡയറി യൂണിറ്റും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി മിൽമ ഫാക്ടറിയും മിൽമ മലപ്പുറം ഡയറിയും സന്ദർശിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഒരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി. മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ്, മിൽക്ക് പൗഡർ പ്ലാന്റ് മാനേജർ അരുൺ, മലബാർ മിൽമ മാർക്കറ്റിംഗ് ഹെഡ് സജീഷ് തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ മന്ത്രിയോട് വിശദീകരിച്ചു. ലോകത്ത് തന്നെ മികച്ച കമ്പനിയായ ടെട്രാ പാക്കാണ് ഫാക്ടറി നിർമ്മിച്ചത്. 131.3 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതമായി 15 കോടി രൂപയും 32.72 കോടി രൂപ നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു. മിൽമ മലബാർ മേഖല യൂണിറ്റിന്റെ വിഹിതമാണ് ബാക്കി തുക. കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടും കൂടിയാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഒരുക്കിയിട്ടുള്ളത്. 10 ടണ്ണാണ് ഉൽപാദനക്ഷമത. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കിസാൻ സല്യൂട്ട് വിദ്യാർത്ഥി കർഷക സംഗമങ്ങൾക്ക് തുടക്കമായി. പാണ്ടിക്കാട് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വയനാട് ലക്കിടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയാണ് കിസാൻ സല്യൂട്ട് എന്ന പേരിൽ സംസ്ഥാനതല വിദ്യാർത്ഥി കർഷക സംഗമം നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട നൂതന പദ്ധതിയാണിത്.
തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലെ 6 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കർഷകരുടെ ഭവനങ്ങളിലോ ഫാമുകളിലോ എത്തി കാർഷിക മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും മൂല്യവർദ്ധിത ഉൽപാദന പ്രക്രിയകളിൽ നേരിട്ട് ഇടപെടൽ നടത്താനും ഈ പദ്ധതിയിലൂടെ സാധ്യമാകും. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യ പരിപാടി നടന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ VTS ഫാം, VTST പാലുൽപാദന ഫാക്ടറി എന്നിവ സന്ദർശിച്ചു. മന്ത്രി ചിഞ്ചുറാണിയും വിദ്യാർത്ഥികൾക്കൊപ്പം സന്ദർശനം നടത്തി. തുടർന്ന് അസാപ്പ് സെന്ററിൽ നടന്ന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോഴിക്ക് തീറ്റ നമുക്കറിയാം, കോഴിത്തീറ്റയ്ക്ക് വലിയ വിലയാണ് കേരളത്തിൽ. 32-34 രൂപ വരെ 1 കിലോ കോഴിത്തീറ്റയ്ക്ക് വില കൊടുത്ത് ആ കോഴികളെ ഏകദേശം 45 ദിവസം അല്ലെങ്കിൽ അത് 120 ദിവസം മുട്ടയിടുന്നരം വരെ അതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോഴികൾക്ക് തീറ്റ നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുവാൻ ഒരു സീസൺ പുതിയ നമ്മുടെ, എനിക്ക് തോന്നുന്നു, മാലിന്യത്തിൽ നിന്ന് തന്നെ ചില പുഴുക്കളെ എന്ന് പറഞ്ഞാൽ അതിന് തലയും വായുമൊന്നുമില്ലാത്ത പുഴുക്കളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ആ പുഴുക്കളെ കൊടുത്തുകൊണ്ട് തീറ്റയായി ഉപയോഗിച്ചുകൊണ്ട് വളർത്തുവാനുള്ളൊരു പുതിയ സംവിധാനം അവർ കേരളത്തിൽ ആവിഷ്കരിച്ചു. മികച്ച കർഷകർ, വിദ്യാർത്ഥി കർഷകർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദഖത്ത്, ബ്ലോക്ക് അംഗം T സുലൈഖ, V ആയിഷുമ്മ, P സുനീർ, TK റാബിയത്ത്, V മജീദ്, കൊരമ്പയിൽ ശങ്കരൻ, ഡോക്ടർ TS രാജീവ്, സ്കൂൾ PTA പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി, SMC ചെയർമാൻ AT ഉമ്മർ, പ്രിൻസിപ്പൽ CM സിയാവുദ്ദീൻ, പ്രഥമാധ്യാപകൻ C മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ KN നൌഷാദ് അലി, വിവിധ ക്ഷീര കർഷക സംഘം പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. 52ാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കം. 24 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായ സ്കൈ ബ്ലൂ എടപ്പാളിനെ പരാജയപ്പെടുത്തി KDS കീഴിശ്ശേരി ജേതാക്കളായി. Stopper back Ismail, jersey number 2. Left wing back Dilshad, jersey number 4. Right wing back Afnaz, jersey number 4. Center forward Benson, jersey number 3. പെരിന്തൽമണ്ണയിൽ വീണ്ടും കാൽപന്തുകളി ആരവമുയർത്തി 52ാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇനി ഒരു മാസക്കാലം ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കാതും നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ മൈതാനിയിലായിരിക്കും. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ പതാക ഉയർത്തിയതോടെയാണ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചത്. മഞ്ഞളാംകുഴി അലി MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊരു ചെറിയ കുട്ടിയും പറയും, വളരെ ഉച്ചത്തോടുകൂടി വളരെ കാര്യമായിട്ട് പറയുന്നത് മലപ്പുറം ജില്ല എന്നാണ്. മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സംശയമില്ലാതെ പറയും അത് പെരിന്തൽമണ്ണ തന്നെയാണ്. കഴിഞ്ഞ 52 വർഷമായി ഖാദർ അലി സ്പോർട്സ് ക്ലബിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ P ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ADM NM മെഹർ അലി, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ്, ഖാദർ അലി ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി, ക്ലബ്ബ് ജനറൽ സെക്രട്ടറിയും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനറുമായ പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, ടീം മാനേജേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് MM ഹബീബുള്ള, നഗരസഭ വൈസ് ചെയർപേഴ്സൺ N നസീറ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ,
ഡോക്ടർ നീലാർ മുഹമ്മദ്, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീം, ബി രതീഷ്, എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പൂർണ്ണമായും പെരിന്തൽമണ്ണയിലെ കായിക മേഖലയുടെ പുരോഗതിക്കും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചു വരുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പെരിന്തൽമണ്ണ നഗരസഭക്കുള്ളിലുള്ള 42 കിഡ്നി രോഗികൾക്ക് മാസാന്തരം 1000 രൂപ കൊടുത്തുള്ള ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി അത് വിജയകരമായി നടപ്പിലായി വരികയാണ്. കൂടെ തന്നെ ഈ നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിക്കൊണ്ടും പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കിക്കൊണ്ടും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ തന്നെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 20 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും കാതലി സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പെരിന്തൽമണ്ണയിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളായിരുന്ന മൺമറഞ്ഞ ഖാദറിന്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിൽ 1961 രൂപീകരിച്ചതാണ് ഖാദർ അലി ക്ലബ്ബ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാ വർഷവും മുടങ്ങാതെ ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്നു. വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള മികച്ച ടീമുകളാണ് എല്ലാ വർഷവും ടൂർണമെന്റിൽ കളിക്കുന്നത്. ഇതിനാൽ ഖാദർ അലി ഫുട്ബോൾ ദിനങ്ങൾ എല്ലാവർക്കും ആവേശമാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ്, ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിലെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ടൂർണമെന്റാണ് ഖാദർ ആൻഡ് മുഹമ്മദ് അലി ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് ഏറ്റവും ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ടൂർണമെന്റ് കമ്മിറ്റി ഇവിടെ നടത്തിയിട്ടുണ്ട്. അസോസിയേഷനും അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ 40ഓളം ടൂർണമെന്റുകളാണ് ഈ സീസണിൽ സംസ്ഥാനത്ത് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 4ാമത്തെ ടൂർണമെന്റാണ് ഖാദർ അലി. ഉദ്ഘാടന മത്സരത്തിൽ സ്കൈ ബ്ലൂ എടപ്പാളിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി KDS കീഴ്ശ്ശേരി ടൂർണമെന്റിലെ ആദ്യ ജേതാക്കളായി. എല്ലാ വർഷവും ഭംഗിയായി നടത്താൻ ഖാദർ അലി ഫുട്ബോൾ ദിനങ്ങൾ എല്ലാവർക്കും ആവേശമാണ്. പന്തുരുണ്ടാൽ പെരിന്തൽമണ്ണയിൽ ആഘോഷത്തിന്റെ കളിമേള. കാൽപന്തു കളി സ്നേഹികൾ ആവേശം പങ്കുവയ്ക്കുന്നു. ടൂർണമെൻറ്റ് പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്. കാരണം ഈ ഒരു സീസൺ വന്നാൽ മറ്റുള്ള ടൂർണമെൻറ്റുകളെ അപേക്ഷിച്ചല്ല, ഖാദർ അലിക്ക് ഒരു പ്രത്യേകതരം ഒരു ജനകീയ പിന്തുണ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഖാദർ അലി ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു വലിയ ജനപങ്കാളിത്തം പെരിന്തൽമണ്ണയിലുണ്ട്. ഈ ഒരു വരുന്ന ആളുകൾ പെരിന്തൽമണ്ണക്കാർ ഒരു ഉത്സവമായിട്ടാണ് ഖാദർ അലി ടൂർണമെൻറ്റിനെ കാണുന്നത്. പെരിന്തൽമണ്ണ ഖാദർ അലിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. മലപ്പുറം ജില്ലയിലും ജില്ലക്കകത്തും പുറത്തുമുള്ള കാണികൾ ഒന്നടങ്കം വരുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഖാദർ അലി ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇതിനകം തന്നെ ജില്ലയിലെ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കൊണ്ടാടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംഘാടനം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസക്കാലം നീണ്ടുക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വൈബായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ തന്നെയല്ല, ഈ ഖാദർ അലി ഫുട്ബോൾ ക്ലബിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പഴയ കാലം മുതൽക്ക് തന്നെ നടത്തി വരുന്നൊരു ക്ലബ്ബാണ്. ഇപ്പോൾ കുറച്ചും കൂടി വിപുലമായ തോതിൽ കിഡ്നി രോഗികൾക്കും മറ്റുള്ളവർക്കും
ജനകീയമായി മുന്നോട്ട് പോകുന്നൊരു ക്ലബ്ബ് എന്നുള്ള നിലക്ക് അതിനെ എല്ലാ നിലക്കും വിജയിക്കുമെന്ന് തന്നെ പറയാം. ഖാദറിന് എന്ന് പറഞ്ഞാൽ അത് പെരുന്തൽമണ്ണക്കാരുടെ ഒരു ഉത്സവമാണ്, ഒരു വികാരം തന്നെയാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞറിയിക്കാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ പെരുന്തൽമണ്ണക്കാർക്കൊരു ഉത്സവം തന്നെ. പെരിന്തൽമണ്ണത്തെ ഈ ഖാദർ അലി ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ടൂർണമെൻറ്റുകളെ അപേക്ഷിച്ച് ജനപങ്കാളിത്തം കൊണ്ട് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റായിട്ടാണ് ഖാദർ അലിനെ ഈ കാണിക്കുന്നത്. ഖാദർ അലി ഫുട്ബോൾ പറഞ്ഞാൽ പെരിന്തൽമണ്ണൻ്റെ ഒരു വികാരം തന്നെയാണ്. കേരളത്തിൽ തന്നെ സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഖാദർ അലി ഫുട്ബോൾ. വലപ്പുഴ ദാറുന്നജാത്ത് ഇസ്ലാമി കോംപ്ലക്സ് 30ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സംഗമം പ്രൗഢമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷെയ്ഖുന കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ സംഗമം ഉദ്ഘാടനം ചെയ്തു. MK മാനു മുസ്ലിയാരുടെ അധ്യക്ഷതയിലാണ് ആത്മീയ സംഗമം നടന്നത്. ഖബറിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അങ്ങാണല്ലോ യാ റസൂലല്ലാഹ്. ഭയത്താൽ പേടിയാൽ കണ്ണുകൾ തുറിച്ച് ആളുകൾ അല്ലാഹുവിന്റെ അരികിലേക്ക് യാത്രയാകുന്ന മിശ്രയിൽ അന്ത്യനാളിന്റെ ഭയാനകമായ വേളയിൽ ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത് അങ്ങയുടെ സാമീപ്യമല്ലോ യാ റസൂലല്ലാഹ്. യാ ഇലാഹി ജബ് സരെ ശംശീർ पर चलने पड़े പ്രമുഖ വാഗ്മി അൻവർ അലി ഹുദവി പുലിയക്കോട് ഇസ്ക് മജ്ലിസിന് നേതൃത്വം നൽകി. സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. MT മുഹമ്മദ് അലി ഫൈസി മൂടൂർ, സയ്യിദ് PK ആറ്റക്കോയത്തങ്ങൾ, PP വീരൻ ഹാജി, അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ, കളത്തിൽ ദാവൂദ് ഹാജി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തടം, KP മുഹമ്മദ് അലി ഹാജി, EK മുനീർ ഫൈസി, സുലൈമാൻ ഹാജി, കുന്നത്ത് കാസിം ഹാജി, T അഹമ്മദ് ഹാജി മാട്ടായ, ഹംസ ഹാജി പാറപ്പുറം, നടുത്തൊടി ഹംസ, കോയാമുട്ടി മാസ്റ്റർ, NK കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, താഹിർ ഹുദവി, സൈനുലാബുദ്ദീൻ തങ്ങൾ, ഹാഷിം തങ്ങൾ, ഷമീർ ഹുദവി, നിസാം ഹുദവി കൊപ്പം എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നുസ്ര കുടുംബസംഗമം സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ഹുദവി അക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാനവസ്ത്ര വിതരണവും നടക്കും. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഷൊർണൂർ നിയോജക മണ്ഡലം വനിതാ ലീഗ് പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഒരുക്കം 2024-25 ക്യാമ്പയിന്റെ ഭാഗമായി അന്നഹിത എന്ന പേരിലാണ് ഷൊർണൂർ നിയോജക മണ്ഡലം വനിതാ ലീഗ് പ്രവർത്തക ക്യാമ്പ് നടന്നത്. 22 വാർഡുള്ള പഞ്ചായത്തിൽ 11 വാർഡ് 12 വാർഡ് പെണ്ണിനാണ്. ഞാനൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ വീടിലൂടെ വൈകുന്നേരം പോയി നോക്കിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി ഇപ്പൊ മീറ്റിങ്ങിന് എവിടേക്ക് വരുന്നില്ലെങ്കിലും ഇവിടേക്കും മീറ്റിങ്ങിനൊന്നും വരുന്നില്ലെങ്കിലും പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന സമയം വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ ആളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ സ്ഥാനമല്ലേ. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് മിന്ന ഹംസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. P അബ്ദുറഹ്മാൻ, MK ബഷീർ, CA ബക്കർ, നഫീസ ടീച്ചർ, കമറുനിസ ടീച്ചർ, ഫാത്തിമ റൈഷീൻ, സ്മിത നെല്ലായ, സുലേഖ, നസീറ, ജഷീല, സാജിദ എന്നിവർ സംസാരിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസ് ക്ലാസ് എടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഒരുക്കിയ എഞ്ചിനീയറിംഗ് വിങ്ങും നവീകരണം പൂർത്തിയാക്കിയ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടവും നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഇരു പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 14 ലക്ഷം രൂപ ചെലവിലാണ് MNREGS LSGD എഞ്ചിനീയറിംഗ് വിംഗ് ഒരുക്കിയത്. എഞ്ചിനീയറിംഗ് വിഭാഗം കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരുക്കിയത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3 ലക്ഷം രൂപ ചെലവിലാണ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം നവീകരിച്ചത്. നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ഡിസ്പെൻസറി കെട്ടിടത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇരു പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു.
നമസ്കാരം. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ എ വിഭാഗം, അതുപോലെ തന്നെ NRGS വിഭാഗം, അതുപോലെ തന്നെ തുവൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രി നവീകരണം, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഉദ്ഘാടന സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ടോട്ടൽ എ വിഭാഗം എഞ്ചിനീയർ വിഭാഗം കൂടെ ആയിട്ട് 11 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും കൂടി ചെലവഴിച്ചത്. അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ നവീകരണത്തിലേക്ക് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങളുടെ കുറവ് നികത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 14 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഹോമിയോ ആശുപത്രിയുടെയും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ വിഭാഗത്തിനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കൊക്കെയുള്ള സൗകര്യങ്ങൾ, വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് ഗ്രാമപഞ്ചായത്ത് കൂടുതൽ ഇവർക്ക് ഇനി ഇതുപോലുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതാണ്. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ, TA ജലീൽ, NP നിർമ്മല, BDO ശ്രീകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീം, AER ആര്യ, PT ജ്യോതി, NK നാസർ, VP മിനി, OT മുനീറ, C ഷിഹാബുദ്ദീൻ, അജ്നോസ്, അഫ്സൽ സാലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ. CBSE സഹോദയ മലപ്പുറം ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ തിരുനാവായ MES സെൻട്രൽ സ്കൂളും പൂപ്പലം ദാറുൽ ഫലാഹും നിലമ്പൂർ PV പബ്ലിക് സ്കൂളും ചാമ്പ്യന്മാരായി. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. 2 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ഗ്രൗണ്ടിലാണ് CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയണൽ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. അണ്ടർ 14, 17, 19 എന്നീ 3 വിഭാഗങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 31 സ്കൂൾ ടീമുകൾ പങ്കെടുത്തു. അണ്ടർ 14 വിഭാഗത്തിൽ തിരുനാവായ MES സെൻട്രൽ സ്കൂൾ ജേതാക്കളായി. കോട്ടയ്ക്കൽ സേക്രഡ് ഹാർട്ട് സ്കൂൾ 2ാം സ്ഥാനവും വേങ്ങര പീസ് പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടി. അണ്ടർ 17 വിഭാഗത്തിൽ പൂപ്പലം ദാറുൽ ഫലാഹ് സ്കൂൾ ജേതാക്കളായി. പൂക്കാട്രി സഫ സ്കൂളിനെയാണ് ദാറുൽ ഫലാഹ് പരാജയപ്പെടുത്തിയത്. ആതിഥേയരായ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി. അണ്ടർ 19 വിഭാഗത്തിൽ നിലമ്പൂർ PVS പബ്ലിക് സ്കൂൾ കിരീടം ചൂടി. മറവഞ്ചേരി ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളായിരുന്നു ഫൈനലിൽ PVSന്റെ എതിരാളികൾ. ഈ വിഭാഗത്തിലും പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ 3ാം സ്ഥാനത്തെത്തി. സഹോദയ മേഖലാ പ്രസിഡന്റ് M അബ്ദുൽ നാസർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. CBSE സിറ്റി കോർഡിനേറ്റർ P ഹരിദാസ്, സ്കൂൾ മാനേജർ K കൃഷ്ണകുമാർ, കായികാധ്യാപകരായ വിനീഷ് കൃഷ്ണൻ, C ഹരികുമാർ, ദീപ മധു, K അമൃത, ദിവ്യ വിപിൻ എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകുളം പരിയാനംപറ്റ ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക ധ്യാന ദിനാചരണത്തിന്റെ ഭാഗമായി യോഗയും ധ്യാനവും അനുഷ്ഠിച്ചു. സെന്ററിൽ നടന്ന പരിപാടിയിൽ 50ഓളം പേർ പങ്കെടുത്തു. ധ്യാനത്തിന്റെയും യോഗയുടെയും പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു മെഡിറ്റേഷൻ ദിനാചരണം നടന്നത്. സെന്റർ കോർഡിനേറ്റർമാരായ ഗോപകുമാർ കല്ലാറ്റ്, ബാബു മംഗലംകുന്ന്, വിപിൻ പരിയാനംപറ്റ, രാജീവ് മാടമ്പി, ബാബു മൂലയിൽ, മണികണ്ഠൻ വലമ്പിലിമംഗലം, രാമൻകുട്ടി പുത്തൻകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 21 ലോകത്ത് ആദ്യമായിട്ട് വേൾഡ് മെഡിറ്റേഷൻ ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. പരിയാൻപറ്റ ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഈ 21 ശനിയാഴ്ച ഞങ്ങളും ഈ മെഡിറ്റേഷൻ ഡേ പങ്കെടുക്കുകയുണ്ടായി. ലോകത്ത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം എന്ന് എല്ലാവരും വിധി എഴുതിയ യോഗയും ധ്യാനവും, ധ്യാനത്തിന് പ്രാധാന്യം കൂടുന്ന ഈ അവസരത്തിൽ മെഡിറ്റേഷൻ ഡേക്ക് കൂടി അതിന്റെ ഒരു പ്രാധാന്യം വരികയാണ്. ആ ഡിസംബർ 21 ഞങ്ങളും എല്ലാവരോടൊപ്പം പങ്കുചേരും. ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും സമാധാനപൂർണമായ ജീവിതത്തിനും യോഗയും ധ്യാനവും നിത്യവും സാധന ചെയ്യുന്നത് ഗുണകരമാകുമെന്നും ദിവസവും രാവിലെ പരിയാനംപറ്റ സെന്ററിൽ വെച്ച് സൗജന്യമായി നിത്യസാധന നടത്തുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീണ്ടും വാഹനാപകടം. പാലക്കാട് ദേശീയപാതയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം അക്കരപ്പറമ്പ് സ്വദേശികളാണ് മരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്ത് അങ്ങാടിപ്പുറത്ത് നടന്നു. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർ പരാതികൾ കേട്ടു. നേരിട്ടും പരാതികൾ സ്വീകരിച്ച് മന്ത്രിമാർ. മണ്ണാർക്കാട് നഗരസഭയിൽ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവരെ പരിഗണിക്കാൻ പുതിയ അപേക്ഷ സ്വീകരിക്കും.
തെരുവ് നായയുടെ കടിയേറ്റവർക്ക് ധനസഹായം നൽകാത്തതിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം പ്രധാന അധ്യാപകർക്ക് ബാധ്യതയാകുന്നു. സമയത്തിന് സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ പലചരക്കും മുട്ടയും പാലും കടം വാങ്ങിയ ഇനത്തിൽ മിക്ക പ്രധാനാധ്യാപകർക്കും ലക്ഷങ്ങളുടെ ബാധ്യത. ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില. അലനല്ലൂർ ടൗണിലും പരിസരങ്ങളിലും സ്ഥാപിച്ച പരസ്യബോർഡുകൾ ഇനിയും നീക്കിയില്ല. ഈ മാസം 18 മുതൽ പൊതുസ്ഥലത്ത് പരസ്യബോർഡുകൾ പാടില്ലെന്ന ഉത്തരവ് നടപ്പാക്കുന്നതിലാണ് വീഴ്ച. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.